നടിമാരുടെ പേരുണ്ട്, പിന്നെ പ്രൊഡ്യൂസറുടെ പേരുണ്ട്, പ്രധാനപ്പെട്ട മലയാള ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞ പേരനുസരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നിൽക്കും. അതൊക്കെ സത്യമായിട്ട് ഭവിക്കുകയാണെങ്കിൽ അതൊക്കെ സത്യമായി ഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഷൂട്ട് തന്നെ നിലയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷെ അന്ന് പറഞ്ഞ പേരുകൾ ഇന്ന പേരുകളൊക്കെ ആകാം എന്നുള്ള ഡൗട്ടുകളുണ്ട്. ലാലിന്റെ പേര് ഇവിടെ പ്രതികൾ പറഞ്ഞിട്ടുണ്ട്, മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, രമ്യ നമ്പീഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, സംവിധായകരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇരയുടെ പേര് പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പേരുകൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിന. അത് ഒന്നും രണ്ടും തവണ അല്ല, ഒരുപാട് തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ അയാൾ വിളിച്ച് ഉറക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും കോടതിയിൽ ആൾക്ക് വാദിച്ച് ജയിക്കാൻ കഴിഞ്ഞില്ല. നാദിർ ഷാ 8 വർഷങ്ങൾക്ക് മുൻപ് ആ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കാണിത്. അതായത് 1.5 കോടി രൂപ ദിലീപ് തന്നില്ല എങ്കിൽ 2 കോടി രൂപ തരാൻ ഞങ്ങൾക്ക് ആളുണ്ട്, ദിലീപിന്റെ പേര് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ളത് വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയാണ് അന്ന് നാദിർ ഷായെ വിളിച്ചിട്ടുള്ളത്. ഇന്ന് അതേ വാക്കുകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിൽ ദിലീപിനെ പെടുത്തിയത് തന്നെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പലതും കിട്ടുന്നു. എന്നോട് കുറെ ആളുകൾ കമന്റ് ഇട്ട് ചോദിക്കുന്നു, നീ ദിലീപിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയതാണോ എന്നുള്ളത്, പീഡന വീരനെ രക്ഷിക്കാൻ ഇറങ്ങിയതാണോ എന്നുള്ളത്. നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഇത് പറയുന്നത്. നിങ്ങൾ നേരിട്ടിട്ട് ഇതിൽ പങ്കാളിയാണോ? നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദിക്കാമല്ലോ. നിങ്ങൾ ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു അന്വേഷണമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് മാത്രം അങ്ങ് വിശ്വസിച്ചുകൊണ്ടാണ് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയുന്നത്. ഞാൻ നിരന്തരമായിട്ട് എല്ലാ വീഡിയോസ് ഇരുന്ന് പരിശോധിക്കുകയാണ്. 2017 മുതലുള്ള വീഡിയോസ് നിരന്തരമായി ഇരുന്ന് പരിശോധിക്കുന്നു. അന്ന് മുതലുള്ള ഇന്റർവ്യൂകൾ പരിശോധിക്കുന്നു, അന്ന് മുതലുള്ള പേപ്പർ കട്ടിങ്ങുകൾ ഇരുന്ന് പരിശോധിക്കുന്നു. വെറുതെ അങ്ങ് വന്നിരുന്ന് കണകുണ എന്ന് പറയുകയല്ല. കല്യാണരാമൻ എന്ന സിനിമയിലെ പാട്ട് സീനിൽ പൾസർ സുനി അഭിനയിച്ചു എന്നുള്ള ആ ഒരു കള്ളത്തരമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് വ്യൂ കൂട്ടാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇവിടെ കൃത്യമായിട്ട് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ. ഇവിടെ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? കോടതി പറയുന്നു കുറ്റക്കാരനല്ല എന്നുള്ളത്. കോടതിക്ക് 100 കണക്കിന് എവിഡൻസ് കൊടുത്തു എന്ന് പറയുന്നില്ലേ, ആ ഓരോ എവിഡൻസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് കോടതി തന്നെ ചോദിക്കുന്നു. അത്രമാത്രം കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ ഒക്കെ പൊട്ടിച്ചാടി. നിങ്ങളത് ശ്രദ്ധിക്കണം. ഇനി അവളോടൊപ്പം എന്ന പ്രഹസനം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അവളോടൊപ്പം തന്നെയാണ്, ഞാൻ ഇരയോടൊപ്പം തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു ഇരയുടെ കൂടെ മാത്രമല്ല. 2017 മുതൽ ഈ ഒരു കാലയളവിൽ തന്നെ എത്രമാത്രം ആളുകളെയാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നറിയോ? വളയാറിലെ കുട്ടികളെന്ന് നിങ്ങൾക്കറിയില്ലേ? അവരുടെ കൂടെ കൂടി നിൽക്കുന്നവരാണ് യഥാർത്ഥ ഇരയോടൊപ്പം നിൽക്കുന്ന ആളുകൾ. ഇവിടെ പ്രഹസനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കണം, അതാണ് ഇതാണെന്നൊക്കെ. ഇന്ന് ദിലീപിന്റെ സിനിമ റിലീസാണ്. ഞാൻ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണും. കാരണം ഇയാളെ കുറ്റവിമുക്തമാക്കിയിട്ടുള്ളത് ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയാണെന്നുള്ളതാണ്, കോടതിയാണെന്നുള്ളതാണ്. കോടതിക്ക് മുകളിലാണോ നിങ്ങൾ? ചോദിക്കട്ടെ. ഇതൊക്കെ കോടതി അലക്ഷ്യമായിട്ടാണ് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി നേരെ വീടിലോട്ട് കടക്കാം. കുറച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെയും വെള്ള പൂശേണ്ട കാര്യമില്ല. നിങ്ങൾ വിധിപ്പകർപ്പൊന്ന് മറച്ച് മാത്രം നോക്കിയാൽ മതി. ഓരോന്നോരോന്നും എണ്ണി തിട്ടപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചാൽ മനസ്സിലാവും ഏത് രീതിയിലാണ് ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞതെന്നുള്ളത്. ഇവിടെ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ള ഒരുപാട് ആളുകളുടെ നെഞ്ചിനകത്തേക്ക് അങ്ങ് തറച്ചു കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ, ആ ഫേക്കോളികൾ. നേരെ വീട്ടിലോട്ട് കിടക്കാം. നാദിർ ഷാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ, ഒന്ന് കൂട്ടി വായിക്കാം. അതുകൂടാതെ ദിലീപ് ഈ കേസിൽ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിന്റെ നിർണായകമായിട്ടുള്ള ഒരു തെളിവും വീഡിയോയിലുണ്ട്. ദിലീപേട്ടന് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇപ്പം ചേട്ടൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ പേര് വിഷ്ണു എന്നാണെന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ഞാൻ എടപ്പള്ളിയിലാണ് വീട്. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ആളാണ്? അപ്പോൾ ഇല്ല, ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള, ഞാൻ ഈ സുനീനെ എനിക്കറിയാം, അതിൻ്റെ പേര് സുനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണേ ഞാനാണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് പുള്ളി നിരപരാധിയാണെങ്കിലും പക്ഷെ പുള്ളിയുടെ പേര് പറയൂ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദ്യ സമയത്തൊന്നും ഇതല്ലെങ്കിലും അകത്തായതിനു ശേഷം ദിലീപിൻ്റെ പേര് സ്പ്രെഡായി. ഇങ്ങനെ ദിലീപിൻ്റെ ഒരു ഊഹാപോഹം, ദിലീപാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ചർച്ച നടന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് ദിലീപിൻ്റെ പേര്. അപ്പം ഞാൻ പറഞ്ഞ ആരാണ് ഈ പറയണതെന്ന് ചോദിച്ചു.
അല്ല ചേട്ടാ, അത് അവസാനം നിർബന്ധിച്ചിട്ട് ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട്, നിർമ്മാതാക്കളുടെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ പറഞ്ഞതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞ പേരുകൾ, ആ പേര് പറഞ്ഞ സംഭവങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് നമ്മളിപ്പോൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിലോട്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണത്. ഓക്കെ, ഈ പേരുകൾ ഇന്നെങ്കിലും നാദിർ ഷാ തുറന്നു പറയണതാണ് ഞാൻ പറയുന്നത്. ദിലീപും അത് തുറന്നു പറഞ്ഞിട്ടില്ല. ഹാഷ്മി അന്ന് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ദിലീപിനോട് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ആ പേരുകൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, നിങ്ങൾ അത്രമാത്രം ദ്രോഹിച്ച ആ പേരുകൾ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പറയില്ല, അത് കൃത്യമായി എല്ലാം പോലീസുകാരുടെ കൈകളിൽ കൊടുത്തിട്ടുണ്ട്, അത് നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ളത്. ആ പേരുകളിൽ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ പേരുകളുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ്. ആ പേരുകൾ കേട്ടപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഞെട്ടിയതാണ്. ആ പേരുകളിലുള്ള ആളുകളുടെ മൊഴിമാറ്റങ്ങൾ കേട്ടപ്പോഴും നമ്മൾ ഞെട്ടിയതാണ്. അവളോടൊപ്പമാണ് എന്നുള്ള കള്ളത്തരം പറഞ്ഞുകൊണ്ട് അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണെന്ന പേരിൽ വ്യക്തിവൈരാഗ്യം തീർത്ത ആളുകളെ ഞങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ആ പേരുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന പറയുന്നേ. അന്ന് കിട്ടിയ തെളിവുകൾ മുഴുവൻ പോലീസുകാരെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ പോലീസുകാരത് അന്വേഷിച്ചോ? ആ നടന്റെ ആണെങ്കിലും സംവിധായകന്റേതാണെന്നുണ്ടെങ്കിലും നിർമ്മാതാവിൻ്റെതാണെങ്കിലും നടിമാരുടേതാണെന്നുണ്ടെങ്കിലും ആ വഴിയിലൂടെ ഒന്ന് യാത്രയെങ്കിലും പോലീസുകാർ ചെയ്തോ? ഇത് നമുക്കറിയില്ല. നാദിർ ഷയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അന്ന് നാദിർ ഷയെ കൊണ്ട് നിർബന്ധിപ്പിച്ചുകൊണ്ട് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ദിലീപിന് എതിരെ സംസാരിക്കണമെന്നും ദിലീപിനെതിരെ മൊഴി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 16 മണിക്കൂറോളം അയാളെ ചോദ്യം ചെയ്തിട്ട് ആള് വയ്യാതായ ഒരവസ്ഥയുണ്ട്. നേരെ നാദിർ ഷാ ഹൈക്കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതിൽ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ദിലീപിനെതിരെ മൊഴി കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ദിലീപ് ഇതിനെതിരെ ഒരുപാട് മാനിപ്പുലേറ്റഡ് എവിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളതാണ്. ഓരോന്നും കോടതി പൊളിച്ചു. ഇനി കുറച്ചും കൂടി വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാദിർ ഷാ പറയുന്ന രീതിയിൽ നിന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ഒരു വിരൽ വീണ്ടും ചൂണ്ടാൻ തോന്നും. എന്താണ് ഇവര് ദിലീപിനെ കുറിച്ച് എന്താണ് ഇയാൾ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്? അല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞ സുനി പറഞ്ഞത് അവൻ ഇങ്ങനെയാണ്, എന്താണ് അവന് സ്വന്തമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞ കാരണം കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞോ, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, ഇതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ പൈസയുടെ ആവശ്യം വരുമല്ലോ, അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ദിലീപിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടനെങ്കിലും കുറച്ച് കാശ്, കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ വരും, പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ് തരും. ഇതാണ് അവൻ്റെ ലക്ഷ്യം. ഇവിടെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതേ സ്വഭാവമായിരുന്നു എന്ന് സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു നിർമ്മാതാവിന്റെ ഭാര്യയെ ഇതേപോലെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു മുതിർന്ന നടിയുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നഗ്നചിത്രങ്ങൾ എടുത്തുകൊണ്ട് പല ആളുകളിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട്. ഇതൊന്നും കേസുമായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രക്ക് വൃത്തികെട്ടവനായിരുന്നു പൾസർ സുനി എന്ന് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ നാദിർ ഷാ ഇതൊരു സാധാരണ രീതിയിൽ ഒരു പൈസ തട്ടാനുള്ള ഒരു അടവായിട്ടാണ് കണ്ടത്. പക്ഷെ കേരള പോലീസിനത് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ആ തുടക്ക സമയത്ത് തന്നെ ഈ കേസ് തീർക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞ പേരുകളിലേക്ക് ഒരു യാത്ര അത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇവിടെ ദിലീപിന്റെയും നാദിർ ഷയുടെയും ഫോൺ സംഭാഷണങ്ങൾ മുഴുവനായി പരിശോധിച്ചിട്ടുണ്ട്, കാവ്യമാധവനെ പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കുമ്പോൾ ആ പറഞ്ഞ ആളുകളുടെ ആ ഒരു മൊബൈൽ ഫോണുകൾ പരിശോധനയിൽ വെച്ചിട്ടില്ല. ഇനി ലാലാണ് അത് എന്ന് നമ്മൾ വെറുതെ അങ്ങ് കൂട്ടുക. അങ്ങനെ ലാലാണെങ്കിൽ പൾസർ സുനിയുമായിട്ട് നിരന്തരം ഫോൺ കോണ്ടാക്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ കഴിയും, മാർട്ടിനുമായിട്ടുള്ളത് കണ്ടെത്താൻ കഴിയും. അങ്ങനെ പല രീതിയിലും കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചുരുളഴിയാതെ കിടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ കാര്യമായിട്ട് പറയുന്നു, ഇത് CBIനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. കേരള പോലീസ് ഈ ഒരു കേസിൽ ശരിക്കും പാളിപ്പോയി എന്ന് പറയണം. കോടതിയിൽ അങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ. ഞാൻ പറയാം, പുള്ളി പറഞ്ഞ പേരനുസരിച്ചിട്ടാണെങ്കിൽ, പേരുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇതൊന്നും വിശ്വസിക്കില്ല. കാരണം ഏറ്റവും അടുത്ത മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും ക്രീം ഒരു പേരുകളാണ് അതൊക്കെ. അതായത് ഈ പേര് പറയാൻ ദിലീപിന്റെ പേര് പറയൂ, ദിലീപിന്റെ പേര് പറയൂ എന്ന് പറഞ്ഞേക്കുന്നത് ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസർ ലെവലിലുള്ളവരുണ്ട്, നടന്മാരുടെ ഇതുണ്ട്, നടിമാരുടെ പേര് പറഞ്ഞ് ഇയാൾ പറഞ്ഞ പേരുകൾ.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരിയാണ് വന്നത്. കാരണം ഇത്രയും ഒരിക്കലും പ്രതീക്ഷിക്കുക. കാരണം ഇവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ദിലീപിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ പേര് പറയിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരുടെ പേരൊക്കെ തന്നെ പറഞ്ഞത്. 1.5 കോടി രൂപ ദിലീപിന്റെ പേര് പറയാതിരിക്കാൻ വേണം. പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 കോടി കിട്ടും എന്നുള്ളത്. അപ്പൊ പിന്നെ പേരങ്ങ് പറഞ്ഞ് ആ 2 കോടി വാങ്ങിയിരിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരിൽ നിന്നും പണം തട്ടാനുള്ള ഒരു പണി അവരെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1 കോടി രൂപയുടെ മുകളിൽ ഇപ്പൊ തന്നെ പൾസർ സുനി ചെലവാക്കിയിട്ടുണ്ട് അഭിഭാഷകർക്ക് വേണ്ടിയിട്ട്, മുൻകൂർ ജാമ്യ അപേക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ ഇയാൾക്ക് എവിടുന്ന പണം കിട്ടിയിട്ടുള്ളത്? അപ്പൊ ദിലീപിന്റെ പേര് പറഞ്ഞ ആളുകൾ തന്നെയാകാം ആ പണം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. എന്തുകൊണ്ട് പോലീസ് ഈ വക്കീലന്മാർക്ക് ആരാണ് പണം കൊടുക്കുന്നത് എന്ന് കണ്ടെത്തുന്നില്ല? അതൊക്കെ കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമല്ലേ? പൾസർ സുനിക്ക് കേസ് നടത്താൻ എവിടെ നിന്നോ ഫണ്ട് വരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ദിലീപിന്റെ കൊട്ടേഷൻ അല്ല എന്ന് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് വളരെ ബാലിഷമായതും ഒരിക്കലും ദിലീപിനെ കണക്ട് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാന്നുള്ളതാണ്. ഇതൊക്കെ ആളുകൾ കണ്ടിട്ട് ഇന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ യഥാർത്ഥ പ്രതി കണ്ടില്ലേ, 2 കോടി രൂപ തരാ എന്ന് പറയുന്ന കുറച്ച് നടീനടന്മാരെ പേര് പറഞ്ഞെന്ന് പറയുന്നില്ലേ, അവരിലേക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. ദിലീപ് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഒരു ഒറ്റബുദ്ധിയിൽ ചിന്തിക്കരുത്. ഇപ്പൊ ഞാൻ ദിലീപ് ആണെങ്കിൽ ശിക്ഷിക്കണം എന്നല്ലേ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കോടതി വിധിപ്പകർപ്പ് നമ്മളിത് പരിശോധിക്കുമ്പോൾ അതങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന വേറെ രീതിയിലാണ്. അയാൾ ദിലീപ് ഇല്ലാതില്ലേ? നിങ്ങളും ആ രീതിയിൽ ചിന്തിക്കണം. ഇവിടെ നാദിർഷയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആള് കുറെ നടീനടന്മാരെ പേര് പറഞ്ഞു എന്ന് പറയുന്നു. അന്ന് ഇവർക്ക് വന്ന കോൾ ഇവർ റെക്കോർഡ് ചെയ്ത് നേരെ കോടതിയിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകി എന്നുള്ളതാണ്. നമുക്കതൊന്നും കിട്ടിയിട്ടില്ല, നമുക്കത് അറിയില്ല. മാധ്യമങ്ങൾ വഴി വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കായിരുന്നു. പക്ഷെ അന്ന് നാദിർഷയെ വിളിച്ച ആ ഒരു ശബ്ദ സന്ദേശം അത് നേരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കയ്യിലെത്തി. അതിലുണ്ട് ആരാണ് ആ പ്രതികൾ എന്നുള്ളത്. നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അപ്പൊ ദിലീപിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും എന്ന് വിശ്വാസമുള്ള ടൈപ്പ് പേരുകളാണ് അവർ പറയുന്നത്. കാരണം ആ പറഞ്ഞവൻ ബുദ്ധിമാനാണ്. അതായത് ആ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും എന്നുള്ള തലത്തിലുള്ള കുറെ ലേഡീസിന്റെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. അത് അല്ല, അപ്പൊ പിന്നെ അവരങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾ കരുതുന്നില്ല അവരുടെ അർത്ഥമുണ്ട്? അല്ല, അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയട്ടെ. ഇപ്പോൾ അത്രയും ക്രിമിനൽസ് ആണോ ഈ പറയുന്ന നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള അവരുടെ മൈൻഡ്? അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് കൂടെ ഒരു സഹപ്രവർത്തകന് ഇത്രയും എന്താണ് ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വിധത്തിൽ പ്ലാൻ ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട് പോകുന്നവരാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വസിക്കാൻ പര്യാപ്തമായ പേരുകളാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വിശ്വസിക്കാൻ പര്യാപ്തമായിട്ട് പേരെന്നല്ല. ഈ കാരണം മറ്റ് ന്യൂസുകളിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുകളുണ്ട്. ആ പേരുകളിൽ പെട്ട, കാരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ. അന്ന് ന്യൂസുകളിൽ പ്രത്യക്ഷത്തിലുണ്ടായിരുന്ന പേര് അത് ലാലിന്റെ പേരാണ്. ലാലിന്റെ സംശയമുണ്ട് എന്ന് അന്ന് ജനങ്ങൾ മുഴുവൻ പറഞ്ഞതാ. ഇന്നും അതേ സംശയം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ അന്വേഷണം പോയി എന്ന് ഒരു മലയാളികൾക്ക് വിശ്വാസമില്ല. ഇവിടെ കുറ്റവാളികളായ ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട്, ശിക്ഷപ്പെട്ടിട്ടില്ല, ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എല്ലാം നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൽ പൾസർ സുനി ഈ വൃത്തികേട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി അത്രക്ക് വൃത്തികെട്ടതാണെന്നുള്ളതാണ്. അത് ആക്രമിക്കപ്പെട്ട നടിയും പറഞ്ഞത് ഈ നാറിയുടെ പേരാണെന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകളുടെ പേരൊക്കെ കൂട്ടുനിന്നു എന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പൾസർ സുനി ഇത് ചെയ്തു എന്നുള്ള കാര്യം ഈ ആക്രമിക്കപ്പെട്ട നടിയും പറയുന്നുണ്ട്. പൾസർ സുനി ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ആളുകളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ബാക്കിയുള്ള ആളുകൾ. അതിൽ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പിൻകാലത്ത് അയാൾ ഒരു തരത്തിലുള്ള കേസുകളിൽ പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആള് ഒരുപാട് തവണ കുറച്ച് നടന്മാരുടെ പേര് വിളിച്ചു പറഞ്ഞ സംവിധായകന്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതേ പേരിലുള്ള ആളുകളെ കുറിച്ചിട്ട് തന്നെയാണ് നാദിർഷയോട് വിഷ്ണു എന്ന് പറയുന്ന കുറ്റവാളി പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. അത് ഒത്തുനോക്കേണ്ടത് കോടതിയാണ്, അല്ലെ? അല്ലെങ്കിൽ അത് ഒത്തുനോക്കേണ്ടത് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളാണെന്നുള്ളതാണ്. നമുക്കത് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായിരുന്നു, ഒന്നുകൂടി പറയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇന്ന ആൾ കുറ്റക്കാരനല്ല എന്നും ഇന്ന ആൾ കുറ്റക്കാരനാണ് എന്നും നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറഞ്ഞിട്ട് പോലും നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് ദിലീപിന്റെ തലയിലേക്ക് കയറി നിൽക്കുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സംശയം എന്തുകൊണ്ട് കുറച്ച് ആളുകളിലേക്ക് മാത്രം ചുരുങ്ങുന്നു, മറ്റുള്ള ആളുകളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? നടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും അവർ മാത്രമാണ് ശരി എന്നുള്ള ഒരു ധാരണയിലേക്ക് മാത്രം പോകരുത്. നടി മാത്രമായിരിക്കാം ചിലപ്പോൾ ശരി, നടിയുടെ ചുറ്റുമുള്ള ആളുകൾ ശരിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ പൾസർ സുനിയും ദിലീപും തമ്മിൽ ഭയങ്കര ബോണ്ടായിരുന്നു, കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫോട്ടോസ് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ? ഇതിൽ ഫോട്ടോഷോപ്പ് ചെയ്ത ഒരുപാട് ഫോട്ടോസും നമ്മൾ കണ്ടു. പക്ഷെ കോടതിയിൽ ഇവർക്ക് ഒരു ഫോട്ടോ പോലും ദിലീപും ഈ
പൾസർ സുനിയും ഒപ്പം നിൽക്കുന്ന ഒരു റിയൽ ഫോട്ടോ പോലും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതി അത് ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുകൂടാതെ തന്നെ പൾസർ സുനിയും ദിലീപും പലയിടങ്ങളിൽ വെച്ച് ഇത് ചർച്ച ചെയ്തിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു, കൊട്ടേഷൻ പ്ലാൻ ആക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിന്റെ മുഴുവൻ കാര്യവും പൊളിച്ചടക്കി എന്നുള്ളതാണ്. അതായത് ഒരു കാരവാനിൽ ഇരുന്നു കൊണ്ടുള്ളതും, അതേപോലെ തന്നെ ഒരു സിനിമ ഷൂട്ടിന്റെ ഏതായിരുന്നു തൃശ്ശൂർ വെച്ചൊരു സിനിമയുടെ ഷൂട്ട് ജോർജ് സ്പൂരം, അതിനിടയിൽ വെച്ചിട്ടും ഇവർ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പൊളിഞ്ഞടങ്ങി എന്നുള്ളതാണ്. കാരണം ഇതിന് ദൃക്സാക്ഷിയായിട്ട് ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഇവർ കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കോടതിയിൽ ഹാജരാക്കിയ ആളുകൾ ഞങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദിലീപിന്റെ പേര് പറയണമെന്ന് പോലീസുകാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധമില്ല, ഞങ്ങളിത് കണ്ടിട്ട് പോലുമില്ല എന്ന് പിന്നീട് പറയാണ്. ജോർജ് സ്പൂരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഏകദേശം 81 ആളുകൾ ഉണ്ടായിരുന്നേ. അതിൽ ഒരൊറ്റ ആള് മാത്രമാണത്രേ ദിലീപും സുനിയും ഒരു കസേരയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കണ്ടത്. അത് അപ്പൊ തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കള്ളത്തരങ്ങൾ ഒരുപാട് പോലീസുകാരെ എഴുതി പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കോടതി തന്നെ തെളിയിക്കുകയാണ്. നമ്മളൊന്നും പറയേണ്ടതായിട്ടില്ല, കോടതി തന്നെ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് 101% ഞങ്ങൾ അവിടെ കവലപ്രസംഗം നടത്തിയിട്ടുള്ള അഭിഭാഷക പറഞ്ഞ 101% ഞങ്ങൾ അവിടെ എവിഡൻസ് കൊടുത്തു എന്നുള്ളത്. ഈ എവിഡൻസ് ഒക്കെ കോമഡിയാണ്, കാറ്റത്ത് പറക്കുന്ന ചെറു കഷ്ണം പേപ്പറുകൾ പോലെയായി എന്നുള്ളതാ. ഇനി ശ്രീജിത്ത് പണിക്കർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ ഒരു ചെറിയ കട്ടിങ് മാത്രം എന്തുകൊണ്ട് ദിലീപ് മോചിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവാണെന്ന് കാണാം. ഈ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രകാരം 2016 നവംബർ 8 തീയതിയാണ് ഈ സ്വിഫ്റ്റ് ജംഗ്ഷനിൽ വെച്ച് ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. പക്ഷേ അന്നത്തെ ദിവസം അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദിലീപിന്റെ വാദം. സ്വിഫ്റ്റ് ജംഗ്ഷനിൽ ഷൂട്ട് നടന്നത് സെപ്റ്റംബർ മാസം 3 തീയതി മുതൽ നവംബർ മാസം 3 തീയതി വരെയായിരുന്നു എന്നും അതിനുശേഷം ഷൂട്ട് എഴുപുന്നയിലേക്ക് മാറി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ സമയത്ത് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പ്രൊഡക്ഷന്റെ ഷെഡ്യൂൾ ഒന്നും തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല. തന്നെയുമല്ല 8 തീയതി അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ പെർമിഷൻ ഉണ്ടാകണമായിരുന്നു. അങ്ങനെ ഒരു പെർമിഷനും അവിടെ ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷന് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 8 തീയതി അവിടെ ഷൂട്ട് ഉണ്ടോ, അങ്ങനെയെങ്കിൽ 8 തീയതി ഈ സ്വിഫ്റ്റ് ജംഗ്ഷന്റെ ടവറിൽ അതിന്റെ പരിധിയിൽ പൾസർ സുനിയും ദിലീപും വരുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ രേഖകളിലൊന്നും തന്നെ ഒരേ ടവറിൽ പൾസർ സുനിയും ദിലീപും ഉള്ളതായിട്ട് തെളിയിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. തന്നെയുമല്ല ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞതിനാണ് അവിടെ കൂടുതൽ ബലം കിട്ടിയത്. കാരണം ഈ സെപ്റ്റംബർ 3 മുതൽ നവംബർ 3 വരെയുള്ള കാലയളവിൽ സ്വിഫ്റ്റ് ജംഗ്ഷനിലെ മൊബൈൽ ടവറിലാണ് ദിലീപിന്റെ ലൊക്കേഷൻ കാണുന്നത്. ഈ കൃത്യം നടന്നു, ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയപ്പെടുന്ന നവംബർ 8 തീയതി ഈ പ്രോസിക്യൂഷൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഡിഫൻസ് പറഞ്ഞതുപോലെ എഴുപുന്നയിലാണ് ദിലീപിന്റെ ടവർ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ദിവസം ദിലീപ് ഈ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഇത് കോടതി പരിഗണിക്കുകയും ചെയ്യും. ഒരു പക്ഷേ ചെറിയ കുട്ടികൾ ഇതിൽ നന്നായിട്ട് കേസ് അന്വേഷിക്കുന്നൊക്കെ ചില ആളുകൾ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടു. അത്രക്ക് ബാലിശമായ രീതിയിൽ, അതായത് ദിലീപും സുനിയും തമ്മിൽ ഈ കൊട്ടേഷൻ പ്ലാൻ ചെയ്തിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ സബ്മിറ്റ് ചെയ്ത എല്ലാതും നുണയാണ് എന്ന് കോടതി തന്നെ അങ്ങ് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. കോടതിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ദിലീപും സുനിയും ഒരുമിച്ചിരുന്ന് ചർച്ചകൾ ചെയ്യുന്നു, ഇതാരും കാണുന്നില്ല. കാണുന്നത് ഒരാൾ മാത്രം, 100 കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരാൾ മാത്രം കാണുന്നു. അവസാനം അത് കോടതിയിലെത്തുമ്പോൾ എന്നെ കൊണ്ട് മനഃപൂർവ്വം പോലീസുകാർ പറയിച്ചതാണെന്ന് പറയുന്നു. കൊള്ളാം, എന്താല്ലേ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ എനിക്ക് തെറി കമന്റ് ഇട്ടിരിക്കുകയാണ്. അതായത് ദിലീപിനെ ഞാൻ വെള്ളപൂശുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ തെറി ഇപ്പൊ കമന്റ് ഇട്ടിരിക്കും. ഈ തെറികളൊന്നും കേട്ടത് കൊണ്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഇത് കൃത്യമായ ഫാക്റ്റാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സംശയങ്ങൾ ഒരുപാട് ആളുകളുടെയും സംശയങ്ങളാണെന്നുള്ളതാണ്. ഒരാളെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ കോടതിയാണ് നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന തെളിവുകൾ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ പറയുന്നത് നേരിട്ട് കണ്ടു എന്നാണോ? കമ്പനിയുടെ ആളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ മുൻവിധിയാണെന്നുള്ളതാ. ഇപ്പൊ ശ്രീജിത്ത് പണിക്കരെ തെറി വിളിക്കുന്ന ആളുകളുണ്ട്, അയാൾ കൃത്യമായിട്ട് ആ ഒരു കോടതി ജഡ്ജ്മെന്റ് ആണ്, ആ വിധിപ്പകർപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ, അത് പറയുമ്പോൾ നമ്മളെ തെറി വിളിക്കുന്നത്, നിങ്ങൾ കോടതിയെ ഇത് വിളിക്കുന്നതിന് തുല്യമാണിത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഈ കാരവാൻ ഡ്രൈവർ പറയുന്നത് പ്രകാരം പൾസർ സുനി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറായിട്ട് ഈ സെറ്റിൽ എത്തിയതുകൊണ്ടാണ് തനിക്ക് അദ്ദേഹത്തെ പരിചയം എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുത്ത് ഈ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത് പൾസർ സുനിയാണ് എന്ന് പറയുന്നു. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഭാഷയും മറ്റുള്ള സാക്ഷികളുടെ ഭാഷയും എല്ലാം ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ പൾസർ സുനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറായിട്ട് വരുന്നത് നവംബർ മാസം 13 തീയതിയും 14 തീയതിയുമാണ്. അപ്പോൾ 13-നും 14-നുമാണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പൾസർ സുനി അവിടെ എത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് 8 തീയതി പൾസർ സുനിയുമായിട്ട് ഈ കാരവാന്റെ ഡ്രൈവറിന് പരിചയം ഉണ്ടാവുക എന്നുള്ള ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ തന്നെ ഈ ഒരു ഗൂഢാലോചന തിയറി പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. പോലീസ് അങ്ങനെ കോടതിയിൽ ഇങ്ങനെ നാണം കെട്ടൊരു വിധായി 1711 പേജുള്ള ഈ ഒരു വിധിപ്പകർപ്പുണ്ടല്ലോ, അത് എല്ലാതും മലയാളികളൊന്ന് വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് പറ്റുമെങ്കിൽ പരമാവധി അത് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് എങ്കിലും പോയി കാണാൻ. നിങ്ങൾക്ക് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രമാത്രം പോലീസുകാർ ദിലീപിനെതിരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ഈ ഒരു വിധിയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാട്ടോ, ജഡ്ജ്മെന്റിൽ. കാരണം
അത്രമാത്രം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്, കള്ളത്തരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീപിനെ പോലെയുള്ള പണവും പ്രശസ്തിയുള്ള ഒരാൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഞാൻ നടിയെ ആക്രമിച്ച ആളുകളെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ട് കോടതി വെറുതെ വിട്ട ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നടിയെ ആക്രമിച്ച ആ നാറികൾക്കെതിരെ തന്നെയാണ് ഞാൻ സംസാരിക്കുകയുള്ളൂ, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അതിൽ പൾസർ സുനി എന്ന് പറയുന്ന ആ നാറിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും പെൺമക്കളൊക്കെ ഉള്ളതാ. അതാണ് ചില ആളുകളുടെ കമന്റ്, നീ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ വീട്ടിൽ സംഭവിക്കില്ല. ദിലീപ് ഇത് ചെയ്തു എന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ബോധ്യം? നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതിയിൽ പോയിട്ട് അതങ്ങോട്ട് വാദിക്കണം. ഞാനിതാ ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നെങ്കിലും പറയണം. മാധ്യമങ്ങൾ പറഞ്ഞതും അതും കേട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സംഭവം, ഇതും കൂടി ഒന്ന് കേൾപ്പിച്ചുതരാം. അതായത് ഈ സംഭവം നടക്കുന്ന സമയങ്ങളിൽ ദിലീപ് ആശുപത്രിയിലായിരുന്നു എന്നുള്ള കള്ളത്തരം, അതായത് ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടാക്കി എന്നാണ് പോലീസുകാർ അടുത്തത് കോടതിയിൽ കൊണ്ട് കൊടുക്കുന്നത്. അത് 1.5 കൊല്ലമില്ല പൊളിഞ്ഞു എന്നുള്ളതാണ്. ദിലീപിന് വേണ്ടിയിട്ട് ആ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തിട്ട് അഡ്മിറ്റ് ആണ് എന്നുള്ള നുണ കൊടുത്തു എന്നുള്ളത്, അത് പൊളിച്ചടക്കിയ രീതി ഒന്ന് കാണണ്ടേ? ചുരുക്കി പറഞ്ഞാൽ കോടതി ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഹോസ്പിറ്റൽ റെക്കോർഡുകളിൽ ഒന്നും തന്നെ ഫാബ്രിക്കേറ്റഡ് അല്ല. അതിൽ അദ്ദേഹം ഇൻപേഷ്യന്റ് ആയിരുന്നു എന്ന് പറയുന്നില്ല. OP എന്ന് പല ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഫയലാണ്. അദ്ദേഹം അവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് OP ട്രീറ്റ്മെന്റ് എടുത്ത ആ സമയത്തുണ്ടായിരുന്ന മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. ഒരാഴ്ചത്തേക്കുള്ള ഒരു തരത്തിലുള്ള നഴ്സിംഗ് കെയർ ട്രീറ്റ്മെന്റുകളുടെ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടില്ല. തന്നെയുമല്ല, അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബില്ലുമാണ്. ഓക്കെ, ഇത്രയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യം വിവരിച്ചു തന്നില്ലേ? ഇനി ചില ആളുകളുടെ ഒരു സംശയമാണ്, അത് തീർത്തരാം. അതായത് എന്തുകൊണ്ട് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല എന്നുള്ളത്. ഈ കേരളത്തിലെ അവസാനമായിട്ട് നിർഭയ കേസിലാണ് ആ പള്ളിയിൽ അച്ഛനെയാണ് തോന്നുന്നത് അവസാനമായിട്ട് ഒരു സിസ്റ്ററെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നടന്നിട്ടേ ഇല്ല. ഇനി ഇതിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് പ്രതികൾക്ക് ഒരിക്കലും, ശിക്ഷിക്കപ്പെട്ട ആ പ്രതികൾക്ക് ഒരിക്കലും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ കഴിയില്ല. കോടതി അവർ പറയുന്ന ആ കാര്യങ്ങൾ ഒരിക്കലും എടുക്കില്ല. പിന്നെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നുണപരിശോധന നടത്താം. അത് റിപ്പോർട്ട് ചെയ്യപ്പെടും, അത് രേഖയിൽ വരും, അത് ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ മാർട്ടിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെന്ന് തന്നെ കൂട്ടുക. അയാൾ ചിലപ്പോൾ ഈ പറയുന്ന ലാലിന്റെയും മറ്റുള്ള ആളുകൾ പേരൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കറക്റ്റ് ആയിരിക്കാം. പക്ഷെ കോടതിക്ക് വേണ്ടത് ആ നുണപരിശോധനയിൽ കിട്ടുന്ന തെളിവല്ല, പകരം അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു വെപ്പൺ, അതായത് ഒരു CCTV ക്യാമറ ഫൂട്ടേജ് അല്ലെങ്കിൽ ഒരു ശബ്ദ സന്ദേശങ്ങൾ ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്തതും കൂടി വേണം കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ മാർട്ടിന്റെ നിരപരാധിയാണെങ്കിൽ തെളിയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവിടെ നുണപരിശോധന കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. നേരെ തിരിച്ച് ഇപ്പോൾ ദിലീപിന്റെ അവസ്ഥ, ദിലീപിന് നുണപരിശോധന നടത്തേണ്ട കാര്യമില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ കോടതി ദിലീപിനെ വെറുതെ വിടുകയാണ്. ഇനി ഒരു നുണപരിശോധനയുടെ ആവശ്യം ദിലീപിനില്ല. ദിലീപ് 4 or 5 തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വാദിച്ച ഒരു കാര്യം കൂടിയുണ്ട്, ഇത് CBIനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ കോടതി ഇത് നല്ല രീതിയിൽ അന്വേഷണം പോകുന്നു എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ്. ഇനി എങ്ങാനും മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതേ തെളിവുകളോട് കൂടിയാണ് മുകളിൽ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് അതിൽ നിന്ന് ഊരി വരും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട, ബാക്കിയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട. പക്ഷെ അവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതികൾ വാദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ, ആ വീഡിയോ ചിത്രീകരിച്ച ഡിവൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഞങ്ങൾ എടുത്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കൺഫ്യൂസ്ഡ് ആവും. തീർച്ചയായിട്ടും വീണ്ടും അന്വേഷണം വരും. പിന്നെ ആ വീഡിയോയുടെ ഉള്ളിൽ ഏതോ ഒരു സ്ത്രീയുടെ ശബ്ദമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു. ഞാനിതൊന്നും കണ്ടിട്ടില്ല, പലരും പറയുന്നത് കേൾക്കുന്നതാണ്. അതുണ്ടെങ്കിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടും. അപ്പൊ അവിടെ കേസ് നീണ്ടുപോകും, ഒരു 10 കൊല്ലത്തോളം ഇനി നീണ്ടുപോകും. അതിന് തർക്കമൊന്നും വേണ്ട. ഇതൊന്നും നാളൊന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ല. മേൽക്കോടതിയിൽ എത്തിയാൽ ഇതേ നിലപാടാണെന്നുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടില്ല, മോചിപ്പിക്കപ്പെടും. ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള പ്രതികളെ പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ആ കാര്യത്തിൽ ഇരയോടെ കൂടെ തന്നെയാണ്. പക്ഷെ ഇര എന്ന് പറയുന്നത് ഇതിൽ ഒരാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, 2 ആളാണ്. ഒന്ന് ആ പീഡിപ്പിക്കപ്പെട്ട, അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ ഒരു സ്ത്രീ. രണ്ടാമത് ഇതിൽ ഇത്രയും നാള് മാധ്യമ വിചാരണ നേരിട്ട് മുന്നോട്ട് കഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ കേസ് വന്ന സമയത്ത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം അടിച്ചു പൊളിച്ച് തകർത്ത് കളഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലെ? ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടാണ് മെമ്മറി കാർഡ് ഈ കാവ്യ മാധവന് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും തല്ലും വക്കാണും അടിച്ചു പൊളിയൊക്കെ ഉണ്ടായില്ലേ? പക്ഷെ ഒക്കെ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് കോടതി തന്നെ പറയുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോ.
1.5 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വീഡിയോ, അതിൽ കുറച്ച് നടന്മാരുടെയും നടിമാരുടെയും പേരും കൂടിയും പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് അതിലേക്കൊന്നും അന്വേഷണം പോയില്ല? അന്വേഷണം പോയ രീതി ഒരൊറ്റ കത്ത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. അത് നേരെ ദിലീപിന്റെ വീട്ടിലോട്ട് അങ്ങ് തിരിച്ചു. ആ ഒരു തിരിക്കലില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥ പ്രതികൾ ചിലപ്പോൾ ഇന്ന് പിടിക്കപ്പെട്ടേനെ എന്നുള്ളതാണ്. തീർന്നിട്ടൊന്നുമില്ല. ഹൈക്കോടതിയിലെത്തിയാൽ ഒരു ഹോപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഈ കേസിൽ ഒരു CBI അന്വേഷണം വേണമെന്ന് ഭയങ്കര പ്രഷർ, രാഷ്ട്രീയ പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റീഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങാനും മേൽക്കോടതി പോയി ദിലീപിനെ വെറുതെ വിട്ടത് ശരിയല്ല, ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോലും ദിലീപിനും അവിടെ ആവശ്യപ്പെടാൻ കഴിയും CBIനെ കൊണ്ടൊരു അന്വേഷണം. ഇവിടെ ഇരയുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ CBIയെ കൊണ്ട് ഈ അന്വേഷിക്കണം എന്നുള്ളത്. കാരണം യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചെയ്യുക. പിന്നെ തുടക്കത്തിലൊന്നും ദിലീപിന്റെ പേര് ഇര പറഞ്ഞിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടതാ. പിന്നെ കാലത്തിനനുസരിച്ച് മാറി അത് പൂർണ്ണമായും ദിലീപായി മാറി. സുനിയേക്കാൾ കൊടൂര വില്ലനായിട്ട് നമ്മൾ ദിലീപിനെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ വലിയ മണ്ടത്തരാണ്. സത്യത്തിൽ കോടതി എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. കോടതിയെ അങ്ങ് നിങ്ങൾ കരിവാരിത്തേക്കാണ്. അഭിഭാഷക പോലും കോടതി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? തെളിവുകൾ അത് കൃത്യമായിരിക്കണം, അത് ക്രോസ് മാച്ച് ചെയ്തുകൊണ്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പല നുണകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രമാത്രം തെളിവുകൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട്, കൺമുന്നിലുണ്ട്. 2017 മുതലുള്ള കുറേ വീഡിയോസ് നോക്കിയാൽ തന്നെ ഒരുപാട് തെളിവുകൾ കിട്ടും. എൻ്റെ ശക്തമായ നിഗമനം, ഇത് ദിലീപിന്റെ വളർച്ച കണ്ട് ഇഷ്ടപ്പെടാതെ കൊടുത്ത പണി തന്നെയാണ്. അല്ലാതെ ഇതിൽ ദിലീപിന് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഹൈക്കോടതിയിൽ പോയി അത് ദിലീപിന് പങ്കുണ്ടെന്ന് തെളിയാണെന്നുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപിനെ പോൾ.